വയനാടിന്റെ പുനരധിവാസം വൈകുന്നതിൽ അവിടെയുള്ള ദുരന്തബാധിതരുടെ ആശങ്കകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം സംബന്ധിച്ച് റിപ്പോർട്ടർ ലൈവത്തോണിലൂടെ നമ്മൾ കേട്ട ആവലാതികൾക്ക് റവന്യൂ മന്ത്രി കെ രാജന് മറുപടികളുണ്ട്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മിനിസ്റ്റർ. നമസ്കാരം. ആശങ്ക അവർക്കുണ്ട്. അതെ 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 ദുരന്തബാധിതരുടെ ആശങ്കകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അതിൽ പറയൂ. ഞാനൊരു തെരഞ്ഞ പരിപാടിയുടെ ഇടയിലായിരുന്നു. ഞാൻ ജയ്സൺ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് റിപ്പോർട്ടർ ആയതുകൊണ്ട് കൂടി ഒന്ന് കയറിയതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് വിടാൻ അനുവദിക്കണം. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും മാധ്യമങ്ങളെ ഇക്കാര്യത്തിൽ കണ്ടു. റിപ്പോർട്ടർ എല്ലാ ഘട്ടത്തിലും പറഞ്ഞ നിർദ്ദേശങ്ങൾ നമുക്ക് വലിയ മാതൃകയും സഹായവുമായിട്ടുണ്ട്. അതെല്ലാം ഏറ്റവും അവസാനം ലതചേച്ചിയുടെ മോതിരം ഉൾപ്പെടെ ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന കാര്യങ്ങൾ റിപ്പോർട്ടർ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെല്ലാം അതത് സമയങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുജയ പറയാം, ഞാനൊരു ചെറിയ സമയത്ത് നിന്ന് വിടണം എന്നൊന്ന് അഭ്യർത്ഥിച്ചതാണ് എൻ്റെ. ഉറപ്പായും ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ താൽക്കാലിക ആശ്വാസം, ആ സഹായങ്ങൾ അതെല്ലാം ഏപ്രിൽ മുതൽ പുനരാരംഭിക്കുമെന്നാണ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. അത് ഞാൻ ഈ ദുരിതബാധിതരോട് അവരുടെ ആശങ്കകൾ പങ്കുവച്ചപ്പോൾ പറയുകയും ചെയ്തു. അപ്പോൾ ടി സിദ്ദിഖ് MLA അടക്കം ഈ ദുരന്തബാധിതർക്കൊപ്പം നിന്നുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പുറത്തുനിന്നുള്ള സഹായങ്ങൾ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചതാണോ? പുറത്തു നിന്നുള്ള ഒരു സഹായവും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടില്ല. പുറത്തുനിന്ന് മാത്രമല്ല, അകത്തുനിന്നും പുറത്തുനിന്നും കിട്ടുന്ന എല്ലാ സഹായവും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പുറത്തുനിന്ന് കിട്ടുന്ന സഹായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ് സഹായമായിരുന്നു. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റു പുറത്തുനിന്ന് ലഭ്യമാകുന്ന എല്ലാ ഏജൻസികളുടെയും സഹായം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അവർക്ക് വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തുകയെക്കുറിച്ചൊരു ഫൈനലൈസേഷൻ വേണം എന്ന് പറഞ്ഞു. 30 ലക്ഷം രൂപ പ്രാഥമികമായി പറഞ്ഞെങ്കിലും അത്ര വഹിക്കാൻ പറ്റുന്നില്ല എന്ന പൊതുവായ ചർച്ചയുണ്ടായി. 20 ലക്ഷം രൂപയിൽ അത് നിജപ്പെടുത്തണം എന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചു. ബാക്കി വരുന്ന സംഖ്യ സർക്കാർ വഹിക്കാം എന്ന് തീരുമാനിച്ചു. ആ 20 ലക്ഷം രൂപയാണ് നമ്മളൊരു വീടിൻ്റെ യൂണിറ്റിൻ്റെ പണമായി കരുതുന്നത് എന്ന് കാണിച്ചുകൊണ്ട് വീട് നൽകാം എന്ന് പറഞ്ഞ എല്ലാ സ്പോൺസർമാർക്കും ഇതിനകം കത്തയച്ചിട്ടുണ്ട്. ഒരു സഹായവും പുറത്തു നിന്ന് കിട്ടുന്നത് സർക്കാരായി വേണ്ടെന്ന് വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എത്ര സഹായങ്ങൾ കിട്ടിയാലും ജനങ്ങളുടെ മുമ്പിൽ അതെത്തിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയ കുട്ടികൾക്ക് 25 വയസ്സ് വരെ അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിൽ യുനിസെഫിൻ്റെ സഹായം നമ്മൾ മേടിക്കുകയുണ്ടായി. പുറത്തു നിന്നുള്ള CSR ഉപയോഗിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഇല്ലാത്തതും ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് നഷ്ടപ്പെട്ടതുമായിട്ടുള്ള 24 കുട്ടികൾക്ക് 2.5 ലക്ഷം രൂപ പ്രത്യേകമായ സഹായം പുറത്തു നിന്ന് സ്വീകരിച്ച് നമ്മൾ നൽകി. ഇങ്ങനെ CSRകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുറത്തുനിന്ന് കിട്ടാവുന്ന എല്ലാവരുടെയും സേവനങ്ങളെ കാര്യത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു നിലപാട് സർക്കാരിനില്ല. രണ്ടാമത്തേത് ഈ സ്ഥലം ഏറ്റെടുപ്പാണ്. ലീഗ് ഇപ്പോൾ ടൗണിനടുത്ത് തന്നെ 100 വീടുകൾക്കുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. റമദാൻ കഴിയുമ്പോൾ വീടിന്റെ പണി തുടങ്ങുകയുമാണ്. നമ്മൾ ഈ എസ്റ്റേറ്റിലേക്ക് ഫോക്കസ് ചെയ്തത് തെറ്റായിപ്പോയി, അത് നിയമ നൂലാമാലകളിലേക്കൊക്കെ നമ്മുടെ സമയമെടുക്കുന്നതിലേക്ക് പോയി എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. നമുക്ക് മറ്റ് സ്ഥലങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള മാർഗം ഉണ്ടായിരുന്നില്ലേ? അതിനനുസരിച്ചുള്ള പണം ചെലവാക്കി അത് ഏറ്റെടുത്തുകൂടായിരുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 8 മാസത്തെ ഈ ഒരു കാത്തിരിപ്പിന് കുറച്ചുകൂടി കുറവുണ്ടാകുമായിരുന്നില്ലേ? സുജയ്, ഒരു പ്രയാസവുമില്ല. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 22, 23 തീയതികളിലായി ദുരന്തബാധിതരുമായി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി നടത്തിയ ചർച്ചകളുടെ റിപ്പോർട്ടറിൻ്റെ റെക്കോർഡൊന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതിയാകും. അവിടെയുള്ള ആളുകൾ പറഞ്ഞ ഒറ്റ ആശയമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം, ഒറ്റ ടൗൺഷിപ്പ് ആകണം, ഒറ്റ കേന്ദ്രത്തിലാകണം, 2 ഞങ്ങൾക്ക് അധികം അകലെ പോയിക്കൂടാ. ഇത് രണ്ടുമാണ് അവരുന്നയിച്ച കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ഈ പറയുന്ന വിധത്തിൽ ജന്മം കൊണ്ട് ഒരുമിച്ച് 300 400 വീടുകൾ വയ്ക്കാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും? 7 സെൻറ്റ് വീതമുള്ള ഭൂമി, 1000 സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം, ഒരു ടൗൺഷിപ്പിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, അംഗനവാടിയും ലൈബ്രറിയും കളിക്കളവും ചന്തയും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കൂടിയെടുക്കാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഒരിക്കലും മേപ്പാടിയിലും കൽപ്പറ്റ നഗരത്തിലും അങ്ങനെ കിട്ടാൻ ഒരു വഴിയുമില്ല. അവിടെ പരിശോധിച്ചപ്പോൾ 25 എസ്റ്റേറ്റുകളാണ് ആ വിധത്തിൽ പിന്നെ ഉന്നത സംഘം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൽ 9 എസ്റ്റേറ്റുകളാണ് സുരക്ഷിതം എന്ന് പറഞ്ഞത്. ആ 9 എസ്റ്റേറ്റുകളിൽ മേപ്പാടിയിലും കൽപ്പറ്റയിലുമായി ലഭ്യമായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന 2 ഇടങ്ങളാണ് നാം പിന്നെ രേഖപ്പെടുത്തിയത്. ഇത് സർക്കാർ ഒറ്റയ്ക്കല്ലല്ലോ. കേരളത്തിലെ ജനപ്രതിനിധികളായ എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം 2 തവണ വിളിച്ചു. ബന്ധപ്പെട്ട സ്പോൺസർമാരുടെ യോഗം 2 തവണ വിളിച്ചു. രാഷ്ട്രീയ പാർട്ടികളുമായി പലതവണ കൂടിയാലോചന നടത്തി.
ആ ഘട്ടത്തിലൊന്നും നേരത്തെ ആരും ഉന്നയിച്ചിട്ടുണ്ടാകില്ല. എസ്റ്റേറ്റിന് പകരം ഇന്ന സ്ഥലം കിട്ടാനുണ്ട്, അവിടെ വേണമെങ്കിൽ നോക്കാം. ഇതൊരു കൂട്ടായ എഫർട്ടാണല്ലോ, സർക്കാർ മാത്രമല്ല. ചില ഘട്ടങ്ങളിൽ സർക്കാർ എന്ന് പറയുന്നത് ഭരണപക്ഷമല്ല, ഇവിടെ സർക്കാർ ഭരണപക്ഷമല്ല, ഭരണപക്ഷവും സർക്കാർ എന്നത് ജനങ്ങളുടേതാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ജനകീയ സർക്കാരുമാണ്. ശ്രീ കെ രാജൻ, അന്ന് അഭിപ്രായത്തിൽ ഒരു വ്യത്യാസം രേഖപ്പെടുത്താത്ത ആളുകളൊക്കെ ഇപ്പോൾ സർക്കാരിനെ തുടർച്ചയായി പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരിൻ്റെതായ സംവിധാനങ്ങളിലൂടെ കാര്യങ്ങൾ പോയിട്ടുമുണ്ട്. ഇവിടെ പക്ഷേ ഈ ഭൂമിയുടെ കാര്യത്തിൽ 10 സെന്റിൽ കുറയാത്ത ഭൂമി വേണമെന്നുള്ളത് അന്ന് മുതൽ തന്നെ ദുരന്തബാധിതർ പറയുന്നത് അല്ലേ? അതെങ്ങനെയാണ് 7ലേക്ക് നമ്മൾ ഒതുക്കിയത്? സുജയ്, അതിൽ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നഗര കേന്ദ്രത്തിലെ ഒരു സ്ഥലത്ത് 5 സെന്റ് എന്നാണ് നേരത്തെ സർക്കാരിൻ്റെ ഗവൺമെൻറ് ഉത്തരവിൽ പറഞ്ഞത്. അത് 7 സെന്റായി വർദ്ധിപ്പിക്കണം എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സാധ്യതയനുസരിച്ച് 7 സെന്റും 1000 സ്ക്വയർ ഫീറ്റ് വീടും എന്ന വിധത്തിലാണ് നിജപ്പെടുത്തിയത്. 5-ൽ നിന്ന് നമ്മൾ 7ലേക്ക് മാറി 10ലേക്ക് മാറണം എന്ന വിധത്തിൽ ചിലർ അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ആ ഘട്ടത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി 7 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സുജയ് പറഞ്ഞതുപോലെ നേരത്തെ ഇത് പറയുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം, ഈ ദുരന്തമുണ്ടായ സ്ഥലത്തെ ഭൂമിയും വീടും ഉൾപ്പെടെ സറണ്ടർ ചെയ്യേണ്ടി വരും എന്ന ധാരണയുടെ പുറത്താണ് അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ തുടക്കം കുറിച്ചത്. ഇപ്പോൾ സർക്കാർ വളരെ ക്ലിയർ കട്ടായി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം പിന്നെ ദുരന്തബാധിതരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നൽകിയ ലിസ്റ്റ് തന്നെ മന്ത്രി എന്ന നിലയിൽ ഞാൻ വന്നിരുന്നപ്പോൾ നിങ്ങളുടേതുൾപ്പെടെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ആ ലിസ്റ്റിൽ 5-ാമത്തെ കാര്യമായി, നിബന്ധനകളിൽ 5-ാമത്തെ കാര്യമായി അവരുടെ ഭൂമിയും വീടും സ്ഥാപനവും ചമയങ്ങളും സറണ്ടർ ചെയ്യണം എന്ന് രേഖപ്പെടുത്തി എന്നത് ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പം തന്നെ ഉന്നതതല യോഗം ചേർന്ന് കൂടുതൽ ആലോചനയ്ക്ക് പോകാതെ വീട് എന്നതൊഴിച്ചു ബാക്കി 3 ആ നിബന്ധനകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു, ഒമിറ്റ് ചെയ്തു. വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതി, ബാക്കി ഭൂമി അവർക്ക് ഉപയോഗിക്കാം, അവിടുത്തെ ചമയങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൽസ്റ്റോൺ എന്ന ഇടത്ത് 7 സെന്റിൽ ആദ്യഘട്ടത്തിൽ 7 സെന്റിൽ വളരെ മനോഹരമായ വീട് നിർമ്മിച്ചു കൊടുക്കുകയും എന്നാൽ അവർക്ക് ഇപ്പം നഷ്ടപ്പെട്ട സ്ഥലത്തെ കൃഷി നടത്താനുള്ള സ്ഥലമായി പുനർനിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിൽ കാർഷിക സർവകലാശാല, മുതിർന്ന ശാസ്ത്രജ്ഞന്മാർ, സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള NGOകൾ അങ്ങനെ തുടരുന്ന എല്ലാ കക്ഷികളുമായി കൂടിയാലോചിച്ച് മണ്ണു പരിശോധന നടത്തി ഊഷരമായിട്ടുള്ളവരുടെ കൃഷിഭൂമി ആ വിധത്തിൽ തിരിച്ചു കൊടുക്കുകയും മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രത്യേക യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ വിധത്തിൽ വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു കാര്യം സുജയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. റിപ്പോർട്ടർ തന്നെ പറഞ്ഞ കാര്യം, ഈ ദുരന്തമുണ്ടായി 63-ാമത്തെ ദിവസം ഒക്ടോബർ 3-ാം തീയതി ക്യാബിനറ്റ് ചേർന്ന് ഏറ്റെടുക്കേണ്ട ഭൂമിയെ സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറത്തിറക്കി. ആ വിജ്ഞാപനത്തിൻ്റെ ഭാഗമായിട്ട് തത്വത്തിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്ന് ഗവൺമെൻറ് കടക്കാൻ തീരുമാനിച്ചു. 2.5 മാസക്കാലം കോടതി സ്റ്റേ കൊടുത്തു എന്ന് മാത്രമല്ല, അകത്ത് കയറി പരിശോധിക്കാനുള്ള അനുവാദം പോലും നിഷേധിച്ചു. ഡിസംബർ 27, ഒക്ടോബർ 3-ഉം ഡിസംബർ 27 തമ്മിലുള്ള വ്യത്യാസം കൂട്ടിയാൽ നമുക്കറിയാം. ഡിസംബർ 27 അവിടെ കടക്കാൻ അനുവാദം തന്ന് ജനുവരി 1-ാം തീയതി ചേരുന്ന ക്യാബിനറ്റ് അതിൻ്റെ എല്ലാ വസ്തുതകളും തീരുമാനിച്ച് 2-ാം തീയതി ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ അവിടെ നമ്മൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 27-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ടാൽ നമ്മുടെ സഭയിൽ ഗവർണർ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് ഈ വർഷം തന്നെ, നമ്മുടെ എല്ലാവരും ചേർന്ന് ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവാസത്തിലെ വീട് നിർമ്മാണം പൂർണ്ണമായി പൂർത്തീകരിക്കും. ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രയാസപ്പെടരുത്. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ഓരോ ആശങ്കകളും പ്രത്യേകമായി പരിശോധിച്ച് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അതിൽ 1-2 ആശങ്കകൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ദുരിതബാധിതർ നേരിട്ട് വന്ന് നമ്മളോട് പറഞ്ഞ ആശങ്കകളിൽ പ്രധാനപ്പെട്ടത്, നമ്മളും ഈ സംവിധാനത്തിനൊപ്പം നിൽക്കുകയാണല്ലോ, നമ്മളെല്ലാം ചേർന്നാണ് ആ ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ അന്നുണ്ടായിരുന്നത്, അത് അതേപടി തന്നെ തുടരുകയും വേണം. ഈ ഗുണഭോക്തൃ പട്ടികയിൽ പെടാതെ പോയ നോ ഗോ സോൺ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ അവിടെ ദുരന്തമുണ്ടായ മേഖലയിൽ. അപ്പോൾ അതിൽപ്പെട്ട ആളുകൾ പട്ടികയിൽ പെട്ടിട്ടില്ല. 3-ാമത്തെ പട്ടിക ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടത് കാണുന്നില്ല. പാടികളിൽ താമസിക്കുന്ന 48 കുടുംബങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ പട്ടികയ്ക്ക് പുറത്താണ് എന്ന്. ഈ വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് വീടുള്ളവരുടെ പട്ടിക ഇനിയും തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള കുറേ ആശങ്കകൾ അവിടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? ഒന്നുകിൽ ധാരണക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നത്. 1-ാമത്തെ ലിസ്റ്റ് പൂർണ്ണമായും ഈ ദുരന്തം നടന്ന സ്ഥലത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരാണ്. അവരുടെ ലിസ്റ്റ് തയ്യാറായി. അതിൽ പരാതി ഉന്നയിച്ചവരെ സംബന്ധിച്ച് നേരിട്ട് പഞ്ചായത്തും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് പരിശോധന നടത്തി ഉൾപ്പെടുത്തേണ്ടവരെ കൂടി ഉൾപ്പെടുത്തുകയും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുകയും ചെയ്ത് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു.
രണ്ടാമത്തത് നോ ഗോ സോൺ എന്ന് ജോൺ മത്തായി തന്നെ നേരിട്ട് മാർക്ക് ചെയ്ത സ്ഥലങ്ങളാണ്. ആ മാർക്കിനകത്ത് കിടക്കുന്ന ഒരു വീടെങ്കിലും ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാം. അതിൻ്റെ കരട് പട്ടികയാണ് ആദ്യം പുറത്തിറക്കിയത്. കരട് പട്ടികയിൽ ധാരാളമായിട്ടുള്ള അപേക്ഷകൾ വന്നു. ആ അപേക്ഷകൾ കഴിഞ്ഞ് അതും ഫൈനലൈസേഷൻ്റെ ഘട്ടത്തിലായി എന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്നാൽ മൂന്നാമത് പറഞ്ഞ കാര്യം, മൂന്നാമതുള്ള പട്ടിക ഇറങ്ങിയില്ല. അത് തെറ്റായ കാര്യമാണ്. മൂന്നാമത്തെ പട്ടിക എന്ന് പറഞ്ഞാൽ നോ ഗോ സോണിൻ്റെ പുറത്താണ്. നോ ഗോ സോണിൻ്റെ അർത്ഥമല്ല, ഗോ സോണിലാണ്. പക്ഷേ 50 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ അവർ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടവരാണ്. അവരുടെ പട്ടിക 2B എന്ന പേരിൽ പുറത്തിറക്കി. അതിൽ ആശങ്കകൾക്കുള്ളവർക്ക് പരാതി കൊടുക്കാനുള്ള സമയം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് പരാതി കൂടി കഴിഞ്ഞാൽ അതുകൂടി പരിശോധിച്ച് DDMA ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യും, ഒരു ഗുണഭോക്തൃ പട്ടിക ഫൈനലൈസ് ചെയ്യും. അതിൽ മാനദണ്ഡങ്ങളിൽ പെട്ടിട്ടും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവർക്ക് അവിടെ പരാതി കൊടുത്തിട്ടും തീർന്നില്ലെങ്കിൽ സെക്കൻഡ് അപ്പീൽ കൊടുക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുക്കാൻ അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് ഇതിൽ തകർന്നു എന്ന് ബോധ്യപ്പെടുന്നവരാണെങ്കിൽ അവരുടെ പരാതിയും കൊടുക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള ലിസ്റ്റിൽ DDMA പ്രസിദ്ധീകരിച്ച കരടിൽ അപേക്ഷ കൊടുക്കാനുള്ള സമയം പൂർത്തീകരിക്കപ്പെടും വരെ ആളുകൾക്ക് അപേക്ഷ കൊടുക്കാം. കൃത്യമായി അവർ പരിശോധിക്കാം. സാങ്കേതികമായി മാനദണ്ഡങ്ങളിൽ പറഞ്ഞിട്ടും ഒമിഷനാണെങ്കിൽ ഉറപ്പായും അവരതിൽ ഉൾപ്പെടുത്തും. അല്ലാതെ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അക്കാര്യവും പരിശോധിക്കാം. ഇപ്പോൾ പുതിയതായി 10 or 20 റോഡുകൾ ഉൾപ്പെടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഐസൊലേഷൻ ചിലപ്പോൾ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്ന പ്രശ്നത്തിലാണെങ്കിൽ റോഡുകളുടെ നിർമ്മാണത്തോടെ അത് പൂർത്തിയാകും. അതല്ലാത്ത പ്രശ്നമാണെങ്കിൽ ഈ ഐസൊലേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മിനിസ്റ്റർ ഐസൊലേറ്റഡ് ആയി കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഞാൻ അതിനിടയിൽ ഒരു ഹമ്പിൾ റിമൈൻഡറായി. ഈ പുനരധിവാസത്തിൽ അട്ടമലയെ കൂടി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അവിടെയുള്ള ആളുകൾ. അവിടെ ഈ വിനോദസഞ്ചാര സാധ്യതകളടക്കം അവിടുത്തെ ഗ്ലാസ് ഹൗസിലേക്ക് അടക്കം സ്ഥിരമായി ടൂർ പോകുമ്പോഴൊക്കെ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണല്ലോ. അവിടെ പാടികളിലുള്ളവർ അവർ പ്രത്യേകിച്ച് തങ്ങളുടെ ദുരിതം അത്രയ്ക്ക് അങ്ങോട്ട് സർക്കാർ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ അട്ടമലയിലേക്ക് അവർക്ക് പോകുന്നതിന് ഇപ്പോൾ നിലവിൽ ബെയിലി പാലം മാത്രമാണുള്ളത്. 28 കുടുംബങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി സ്കാറ്റേഡ് ആയിട്ടുണ്ട്. വാടക വീടുകളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ കുറേ ആളുകൾക്ക് അടിയന്തര ധനസഹായം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഈ പുനരധിവാസത്തിൽ ഞങ്ങൾക്ക് വീട് കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. സന്നദ്ധ സംഘടനകളുടെ സഹായവും പോലും അട്ടമലക്കാർക്ക് ഈ 28 കുടുംബങ്ങൾക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല എന്നവർ പറയുന്നു. അവർ തന്നെ പറയുന്ന ദുരിതമാണ്. അതിലെ വസ്തുതകൾ നമ്മൾ പരിശോധിക്കുകയും ചെയ്തു. അവർ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളുമാണ്. ഇക്കാര്യങ്ങളിലും ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതല്ലേ മിനിസ്റ്റർ? സുജയ, 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ നേരിട്ട് അപകടത്തിൽപ്പെട്ടവരും അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നവരും. അതൊരു ലിസ്റ്റാണ്, ഒരു പ്രശ്നമാണ്. അവരെ നമുക്ക് ഈ ടൗൺഷിപ്പിൽ നിർബന്ധമായും പുനരധിവസിപ്പിക്കണം. എന്നാൽ ഇനിയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ധാരാളമായ ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാകും. അവരുടെ പ്രശ്നവും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഗവൺമെൻറ് അവതരിപ്പിക്കപ്പെട്ട മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ DDMA തയ്യാറാക്കിയ ലിസ്റ്റാണ്. ആ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർക്കും മാനദണ്ഡങ്ങളിൽ പെട്ടിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നോഗോ സോണിൽ അകത്തുപെട്ടിട്ടും അതിൽ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല എന്ന പരാതികൾ DDMA തന്നെ ഇപ്പോൾ സ്വീകരിച്ച് പരിശോധിക്കുന്നുണ്ട്. അതിനും പുറത്ത് അപ്പീൽ തരാൻ സർക്കാരിന് അധികാരമുണ്ട്. ആ അപ്പീൽ ബന്ധപ്പെട്ടവർ തരട്ടെ. സർക്കാർ നെഗറ്റീവായോ മറുത്തോ കണ്ണടച്ചോ ഒരു കാര്യമായിരിക്കില്ല അതിൽ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ആകുമ്പോൾ സുജയ്ക്കും കേട്ടിരിക്കുന്നവർക്കും എല്ലാം അറിയുന്നത് പോലെ സർക്കാരിനുള്ള പലവിധത്തിലുള്ള പരാതികളുണ്ട്, പലവിധത്തിലുള്ള നിബന്ധനകളുണ്ട്. പക്ഷേ ആ നിബന്ധനകളെല്ലാം നിൽക്കുമ്പോഴും റിപ്പോർട്ടറിനോട് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ദുരന്തബാധിതനായി ദുരന്തത്തിൽപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവനാണെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെട്ടാലും ഇല്ലെങ്കിലും അയാൾക്ക് വീട് കിട്ടും, പുനരധിവസിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. വീട് മാത്രമാണോ പ്രശ്നം? വീട് മാത്രമല്ല പ്രശ്നം, പിന്നെയും വിഷയങ്ങളുണ്ട്. ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടുണ്ടാകില്ല, ആരും പരാതി പറഞ്ഞിട്ടുണ്ടാകില്ല. കടമെഴുതി തള്ളാൻ കേന്ദ്രത്തിൻ്റെ അവകാശം കേന്ദ്രം ഇപ്പോഴും വിനിയോഗിക്കുന്നില്ല. ഞാൻ റിപ്പോർട്ടറിനോട് ആദ്യമായിട്ടാണ് പറയുന്നത്, ഇതല്ല ഇനി പറയാൻ പോകുന്ന കാര്യം. 2005 കേന്ദ്ര പാർലമെൻറ്റ് തീരുമാനിച്ച നിയമം അനുസരിച്ച് ഡിസാസ്റ്റർ ആക്ടിൻ്റെ സെക്ഷൻ 13 പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്തറിയിച്ചാൽ പിൻവലിക്കാൻ പറ്റുന്ന ഈ ലോണുകൾ ഇത്ര കാലമായിട്ടും പിന്തള്ളാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കടക്കാരുടെ. അതൊരു പ്രശ്നമല്ലേ? വീടുണ്ടായത് കൊണ്ട് മാത്രം, 10 സെൻറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ 7 സെൻറ്റിൽ വീട് കിട്ടിയത് കൊണ്ട് മാത്രം കടം മാറുമോ? കടം മാറില്ല. ആ കടം 30 കോടി രൂപയുണ്ട്. 769 കുടുംബങ്ങളിലെ 1205 ലോണുകൾ ഞങ്ങളത് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. കേരളത്തിന് ആദ്യം ചെയ്യാവുന്നത് കേരള ബാങ്കിൻ്റെ ലോൺ എഴുതി തള്ളലാണ്. അത് എഴുതി തള്ളി. ഇനി ബാക്കിയുള്ള കടങ്ങളെ സംബന്ധിച്ച് SLBCയുടെ മുമ്പാകെ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു.
ഈ വരുന്ന 18ഓ 20ഓ SNBC വീണ്ടും ചേരുന്നുണ്ട്. അവരുടെ കൂടി കാര്യത്തിൽ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം കടം കേന്ദ്ര ഗവൺമെൻറ് വീട്ടാൻ തയ്യാറായില്ലെങ്കിൽ ആ കടം മാറ്റിയെടുക്കുന്നതിനുള്ള, കടബാധ്യതരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടിയുമായി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് സർക്കാർ മുന്നോട്ട് പോകും. നമ്മളവരെ മാറ്റി നിർത്തിയിട്ടില്ല. ഈ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട മൈക്രോ പ്ലാൻ, ലൈവ്ലിഹുഡും MSMEയും വ്യവസായ സംരംഭങ്ങളും അവിടെ നഷ്ടപ്പെട്ടവരും ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നം സർക്കാരിൻ്റെ പരിഗണനയിൽ അവസാന ഘട്ടത്തിലാണ്. കടമുറികൾ നഷ്ടപ്പെട്ടവർ അതിലാണ് അതിലിപ്പോൾ നമ്മൾ കടമുറികൾ നഷ്ടപ്പെട്ട അങ്ങേക്കും ഓർമ്മയുണ്ടാകും. നമ്മൾ അന്ന് ആ ദുരന്തമുണ്ടായ വേളയിൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ കണ്ണീരോടെ നിന്ന മനുഷ്യരിൽ ഒരാൾ അബൂക്കെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോഴും ഈ 8 മാസങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ വീണ്ടും കാണുകയാണ്. ഇപ്പോൾ കരിക്കൊക്കെ വെട്ടി 10 കടമുറിയുള്ള ഒരു സ്ഥാപനമാണ് ചൂരൽമല ടൗണിൽ തന്നെ. നമ്മൾ അങ്ങോട്ട് ചെന്ന് ആ വാഹനം നിർത്തി താങ്കളൊക്കെ ഇറങ്ങിയ ഭാഗത്ത് ഇടതുവശത്തായിരിക്കുന്ന കടമുറികളുടെ ആ കെട്ടിടം, അതിലെ അബൂക്ക ഇപ്പോൾ അവിടെ കരിക്ക് വെട്ടി ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 10 കടമുറികളിൽ ബാക്കി 9ലും കടമുറികൾ പ്രവർത്തിക്കുന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന വരുമാനമാണ്. വളരെ നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന, എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അബൂക്ക. അദ്ദേഹം ഇപ്പോൾ വലിയ ദുരിതത്തിലാണ്. ചികിത്സയ്ക്കടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന, ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ ചൂരൽമല ടൗണിലെ തകർന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ അവരേതെങ്കിലും പട്ടികയിൽ പെടുമോ? അവരെ പെടുത്തുമോ ഏതെങ്കിലും പട്ടികയിൽ? ഞാനതാ പറഞ്ഞത്, ദുരന്തബാധിതരുടെ പ്രത്യേകത പട്ടിക എന്ന് പറഞ്ഞാൽ പുനരധിവാസത്തിൻ്റെ പട്ടിക മാത്രമല്ല, സമഗ്രമായൊരു പുനരധിവാസമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ചൂരൽമലയിൽ ഇപ്പോൾ പലയിടങ്ങളും നോ ഗോ സോണിൽ പെടുന്നതാണ്. അവിടെ കച്ചവടം വീണ്ടും ആരംഭിച്ചാൽ അതിൻ്റെ ഔദ്യോഗികമായ കറണ്ട് കണക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് നോ ഗോ സോൺ മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലത്ത് ചില പ്രയാസങ്ങളുണ്ടാകും. KSTMAയുടെ ദുരന്ത നിവാരണ എഞ്ചിനീയർ നാളെയോ മറ്റന്നാളോ ആയിട്ട് സ്ഥലം സന്ദർശിച്ച്, നേരത്തെ അവർ സന്ദർശിച്ചിരുന്നു, അവസാന ഘട്ട സന്ദർശനം നടത്തി. നമ്മൾ ഈ ദുരന്ത ബാധിതരെ, ദുരന്ത മേഖല ഉൾപ്പെടുന്നവ ഒഴിവാക്കി തന്നെ ചൂരൽമലയെ സമഗ്രമായി ഒരു റീഡിസൈൻ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്ക്, ഒരു ദുരന്തത്തിന് നമ്മൾ കേൾക്കാത്തതുപോലെ ചൂരൽമലയെ റീഡിസൈൻ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ സ്വകാര്യ ഭൂമികൾ ഉൾപ്പെടെപ്പെടുത്തിക്കൊണ്ട് ഗോ സോണിലേക്ക് ചൂരൽമല ടൗണിനെ റീഡിസൈൻ ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി STRFിൽ നിന്ന് വകമാറ്റി കിട്ടിയ 120 കോടി രൂപയുടെ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ ഒരു 5 കോടി രൂപ ഇപ്പോൾ റീഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് KSTMA തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. 5 കോടി രൂപ. ഇനിയും വേണമെങ്കിൽ പണം ചെലവഴിക്കാൻ പ്രയാസം ഉണ്ടാകില്ല. ആ പണം ഉൾപ്പെടെ ചെലവഴിച്ചുകൊണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ട കടക്കാരുൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സമഗ്രമായ പദ്ധതി ചൂരൽമലയുടെ റീഡിസൈനിങ് ഉൾപ്പെടെ ഈ ഘട്ടത്തിലേക്ക് നടപ്പിലാക്കും. 27-ാം തീയതി ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ഔപചാരികമായി ആരംഭിക്കപ്പെടുമ്പോൾ അതിന് സമാന്തരമായി വരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ആ ഘട്ടത്തിൽ തന്നെ നിയമപരമായി എടുത്തും മാറ്റിയും പരിശോധിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയുമ്പോഴും മറ്റു ദുരന്തങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലുണ്ടായ അനുഭവങ്ങളാണ്. നമ്മളെല്ലാവരും വേഗത്തിൽ ഈ കാര്യങ്ങളിൽ ഇടപെടുകയല്ലേ. വാടക ഉൾപ്പെടെ ഇപ്പോൾ ചിലതൊക്കെ നേരത്തെ പറയുന്നത് ഞാൻ യാത്രക്കിടയിൽ കണ്ടു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, റിപ്പോർട്ടർ ഉൾപ്പെടെ കേട്ടു പറഞ്ഞല്ലോ, വാടക, ലഭ്യമാകുന്ന സാമ്പത്തിക സഹായങ്ങൾ, മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തിരിച്ചു കിട്ടാനുള്ള അവസരം ഉണ്ടാകും. ഈ വാടകയുടെ കാര്യത്തിൽ കുറെ പരാതികൾ വന്നിട്ടുണ്ട്. അതായത് വീട്ടുവാടക ആദ്യ മാസങ്ങളിലെല്ലാം കൃത്യമായി കിട്ടി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ പ്രതിദിന സഹായവും വീട്ടുവാടകയും അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏപ്രിൽ മുതൽ ഈ കുടിശ്ശിക കിടക്കുന്നതടക്കം കൊടുത്തു തീർക്കുമെന്ന്. ഞാൻ സുജയോട് റിപ്പോർട്ടറിലൂടെ പറയട്ടെ, വാടക കിട്ടാത്ത ആളുകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കി തരണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭ്യമായ ചില നമ്പറുകളുണ്ട്. അന്ന് 811 പേരിലാണ് ആരംഭിച്ചതെങ്കിൽ പലരും പതുക്കെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. ചളി കയറിയവർ, ഗോസോണിൽ പെട്ട് തിരിച്ചു പോകാൻ അവസരം ഉണ്ടാകുന്നവർ, അങ്ങനെ പോകുന്ന നമ്പറുകൾ ചിലത് കുറച്ചാൽ ഒഴിച്ചാൽ ഞാൻ ഇന്നലെ ഇനിഞ്ഞാന്ന് വൈകുന്നേരം അതിൻ്റെ വിശകലനം നടത്തി കൃത്യം റിപ്പോർട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. മാർച്ച് മാസം വരെയുള്ള വാടക ആ വിധത്തിൽ കൊടുത്തു തീർക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഒരു മടിയും ഉണ്ടാകില്ല. പറഞ്ഞ നേരത്തിനുള്ളിൽ അർഹതപ്പെട്ടവരാണെങ്കിൽ അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലവും അവർക്ക് കൊടുക്കേണ്ട വാടകയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായാൽ അതും ഞങ്ങളുടെ ദീപക് മലയമ്മ ഇപ്പോൾ ആ സ്ഥലത്തുണ്ട്. വാടക കിട്ടാത്ത ആളുകൾ ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് അവിടെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആ റിപ്പോർട്ട് എടുക്കാം. ഞാൻ അങ്ങയുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഉറപ്പായി നമുക്കത് നോക്കാം. അതോടൊപ്പം തന്നെ ഈ തുടർ ചികിത്സാ സഹായം വൈകുന്ന മുബീനയെ പോലെയുള്ള സ്ത്രീകൾ, അവർക്ക് പ്ലാസ്റ്റിക്
സർജറി അടക്കം വേണ്ടി വന്നതാണ്, മറ്റ് ചികിത്സകളുമൊക്കെ വേണ്ടി വരുന്ന ആളുകളാണ്. കളക്ടറുടെ മുന്നിൽ 87 പേർ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ പരിശോധനയിൽ ബോധ്യമായത്. ഈ തുടർ ചികിത്സയ്ക്ക് സഹായം, ചികിത്സയ്ക്ക് ചിലവായ തുക അത് അനുവദിക്കുമെന്നുള്ള ഉറപ്പ് അതുകൂടി നമുക്ക് നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട് മിനിസ്റ്റർ. ഉറപ്പായിട്ടും 22/2/2025 നമ്മൾ അതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ലഭ്യമാക്കി അത് സാധൂകരിക്കുന്നുണ്ട്. അതിനകത്ത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പറ്റാത്ത ആളുകൾ ആ പ്രശ്നം രേഖപ്പെടുത്തിയാൽ മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് ഏത് ജില്ലയിലെ ആശുപത്രിയിലാണോ, അതായത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ഏത് ആശുപത്രികളിലാണോ അവർ ചികിത്സയ്ക്ക് പോകുന്നത്, അവരുമായി ബന്ധപ്പെട്ട അവരുടെ തുടർ ചികിത്സയുടെ മുഴുവൻ ചെലവ് ബില്ല് പിന്നെ DMO ഓഫീസ് പരിശോധിച്ച് അവരുടെ മെഡിക്കൽ ടീം പരിശോധിച്ച് അതിൻ്റെ നിബന്ധനകളോടെ നിയമ നടപടികളിലൂടെ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടാക്കും. കഴിഞ്ഞ ദിവസം 13-ാം തീയതി ഞാനും സിദ്ദിഖും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും എല്ലാം ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരു കാർഡുണ്ട്. അത് ദുരന്തബാധിതനായിട്ടുള്ള കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെയുള്ളവരുടെ പടവും QR കോഡും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്മാർട്ട് കാർഡാണ്. ആ കാർഡ് കേവലം ആശുപത്രികളിൽ മാത്രമല്ല, അവർ ചെല്ലുന്ന എല്ലായിടത്തും ആ QR കോഡ് സ്കാൻ ചെയ്താൽ അവർ ദുരന്തബാധിതരാണെന്നുള്ളതിൻ്റെ വിവരത്തിൻ്റെ പൂർണ്ണാംശങ്ങൾ കിട്ടും. ഈ വരുന്ന ആഴ്ച 3 ജില്ലാ കളക്ടർമാർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലാ കളക്ടർമാർ, ആരോഗ്യ സെക്രട്ടറി കൂടി ചേർന്നുകൊണ്ട് ഈ 3 ജില്ലയിലെയും സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ മാനേജ്മെൻറ്റിൻ്റെ യോഗം ഔപചാരികമായി ഓൺലൈനിലൂടെ ചേരും. ആ യോഗത്തിൽ വെച്ച് അതാത് ജില്ലാ കളക്ടർമാർ ഉറപ്പ് കൊടുക്കും ഈ കാർഡുമായി അല്ലെങ്കിൽ ദുരന്തബാധിതം ആണ് എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നൽകുന്ന നിർദ്ദേശവുമായി വന്നാൽ അയാളുടെ ചികിത്സ പൂർണ്ണമായും ലഭ്യമാക്കും. സ്മാർട്ട് കാർഡ് കിട്ടി ഓരോരുത്തർക്കും ഒരു യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടാകും. അത് ചിലപ്പോൾ മേപ്പാടി FHSC ആകാം, ചിലപ്പോൾ കൈപ്പറ്റ FHSC ആകാം, ചിലപ്പോൾ മുട്ടിൽ FHSC ആകാം. അവരെവിടെയാണോ താമസിക്കുന്നത് അതിനടുത്ത് അവിടെ ഒന്ന് കാണിച്ച് അവിടെ ചികിത്സിക്കാനാകില്ല, സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണമെന്ന വിവരവുമായി ആശുപത്രിയിൽ പോകുന്നവരുടെ തുടർന്നുള്ള ചികിത്സ വഹിക്കും എന്ന് മാത്രമല്ല, ഈ കാലത്ത് അങ്ങനെ ഉണ്ടായവർക്ക് പണം റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കാൻ ആ വയനാട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്താൽ മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് അതിനൊരു അർഹരാണെങ്കിൽ ആ പണം റീഇംബേഴ്സ് ചെയ്തു കൊടുക്കാനുള്ള നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകുകയാണ്. വളരെ നന്ദി മിനിസ്റ്റർ. ഇതുപോലെയുള്ള കൺസ്ട്രക്റ്റീവായ ഒരു ക്രിറ്റിസിസമാണ് ഞങ്ങളും അവിടെയുള്ള ദുരന്തബാധിതരുടെ ആശങ്കകളിലൂടെ അങ്ങയുടെ മുന്നിൽ വെച്ചത്. അതിനെല്ലാം കൃത്യമായ മറുപടി അങ്ങ് നൽകുകയും ചെയ്തു. നമ്മൾ ഒന്നിച്ച് ഈ ദുരന്തബാധിതരുടെ പുനരധിവാസവും നടപ്പാക്കും. താങ്ക് യു മിനിസ്റ്റർ ഫോർ ജോയിനിങ് റിപ്പോർട്ടർ.